അതിവേഗ റെയിൽവേ പാത സംബന്ധിച്ച് അവ്യക്തത. റെയിൽവേ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് വി അബ്ദുറഹ്മാൻ. മെട്രോ വിഭാഗത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. അതേക്കുറിച്ചും തനിക്കറിവില്ല. നാടിന് ഗുണമുള്ള എല്ലാ വികസനവും വരണം. വെറും വാക്കായി പോകരുത്. ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പറച്ചിലാകരുതെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ഔദ്യോഗികമായി അത്തരത്തിലുള്ള അറിയിപ്പ് എൻ്റെ വകുപ്പിൽ വന്നിട്ടില്ല. റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളതിൽ എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു, കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി മെട്രോയാണ് ആ വർക്ക് ഏൽപ്പിച്ച് DPR ഉണ്ടാക്കാനെന്നുള്ളതാണ് നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ബാക്കി ഏത് സംവിധാനമാണെങ്കിലും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിലവിലുള്ള പരിസ്ഥിതിയുടെ ഭാഗം എടുത്ത് പരിശോധിച്ചാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിന് ആവശ്യമാണ്, അതിനെ തള്ളി പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ അത്തരത്തിലുള്ള ഫയൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ മെട്രോ സംവിധാനം ആയതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ചുമതലയിലാണ്. റെയിൽ പദ്ധതികൾ, മറ്റുള്ള എല്ലാ റെയിൽ പദ്ധതികളും വരുന്നത് നമ്മുടെ വകുപ്പിലാണ്. എന്തുകൊണ്ടും ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്നതാണ് മെട്രോ. അതിലെങ്ങനെയാണ് ശ്രീധരൻ അവരുള്ളത് ഏൽപ്പിച്ച് എന്ന് എനിക്കറിയില്ല. റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് വരേണ്ട ഫയൽ ആയിരുന്നെങ്കിൽ എനിക്ക് വരേണ്ടതാണ്. പക്ഷെ ചിലപ്പോൾ മുഖ്യമന്ത്രി പോകേണ്ട ഫയലായതുകൊണ്ട് ചിലപ്പോൾ മുഖ്യമന്ത്രി പോയിട്ടുണ്ടാവും. പറയുന്നു ചിലപ്പോൾ ഉണ്ടായിരിക്കാം. തവണ അത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്, നടക്കുന്നില്ല. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഫ്രീസ് ചെയ്തിട്ട് അവർ ബുദ്ധിമുട്ടുന്നത്. അതുകൂടി നമ്മൾ കാണും. ഇത് പ്രഖ്യാപനങ്ങളാവരുത് എന്നതാണ് എനിക്ക് പറയുന്നത്. ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനമായി ഇത് ഒതുങ്ങിപ്പോകരുത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണകരമായ ഒന്നാണ്. അത് നടക്കണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ. കിരൺ ബാബു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കിരൺ, സിൽവർ ലൈന് പകരം വരുന്ന അതിവേഗ റെയിൽപാത അതിനെ എതിർക്കേണ്ടതില്ല എന്നതാണ് LDF തീരുമാനമെന്നതാണ് മനസ്സിലാകുന്നത്. CPM-ന്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ വി അബ്ദുറഹ്മാൻ ചില അവ്യക്തതകൾ അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയുന്നു. തനിക്കൊരു അറിയിപ്പും കിട്ടിയില്ല എന്ന് പറയുന്നു. മുന്നണിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നത ഈ അതിവേഗ റെയിൽപാതയുമായി സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നിലപാടിൽ ഉണ്ടോ? എന്താണ് അബ്ദുറഹ്മാന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്? രേണുക, അബ്ദുറഹ്മാന്റെ വാക്കുകളെ അത് മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ മുന്നണിക്കെതിരെയുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അങ്ങനെ തെളിച്ച് അദ്ദേഹം പറയുന്നില്ല. തൻ്റെ മുന്നിൽ, താനാണ് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി, തൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഫയൽ വന്നിട്ടേ ഇല്ല. ഇനി മെട്രോയുടെ ചുമതലയുള്ള അത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫയൽ എത്തിയിട്ടുണ്ടാവാം, അതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് ഇത്ര പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിൽ മന്ത്രിസഭാ അംഗം തന്നെ അതിൽ തനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഇനി ശ്രീധരനെ ഏൽപ്പിച്ചോ ഏൽപ്പിച്ചില്ലയോ, അത് സർക്കാരാണോ ഏൽപ്പിച്ചത്, അതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു വിമർശന സ്വഭാവമുള്ള ഒരു അഭിപ്രായം കൂടിയായി കണക്കാക്കണം. മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലോ അത്തരം ചർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് പരസ്യമായി ഈ ഘട്ടത്തിൽ നൽകുന്നത്. അതും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുന്നിലെ ഘട്ടത്തിൽ ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഈ തരത്തിൽ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും വിമർശനം ഉന്നയിക്കുന്നതിനെ സൂക്ഷ്മതയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. അതിന് അപ്പുറത്തേക്ക് മറ്റു ചില രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ടോ എന്നടക്കം കാണേണ്ടതുണ്ട്. വളരെ വ്യക്തമായി ആവർത്തിച്ചു പറയുന്നത്, ഇത് എൻ്റെ അടുത്ത് വരേണ്ട ഫയലാണെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്നേനെ, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ റെയിൽവേയുമായി എൻ്റെ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഒരു ചുമതലയുള്ളത് എനിക്കാണ്. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഫയൽ വന്നിട്ടില്ല, ഞാൻ ഇന്നലെയും തിരക്കി. ഇനി മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നോ വന്നില്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഫലമായി നിൽക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അത് നൽകിയതെങ്കിൽ അത് പറയേണ്ട ഉത്തരവാദിത്തമുള്ള മന്ത്രിയാണ്. താൻ ഇതിലൊന്നും ബന്ധപ്പെടുന്നില്ല. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, അത് സിൽവർ ലൈൻ്റെ പേര് പറയുന്നില്ല എങ്കിൽ പോലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പലർക്കും സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചത് ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇനി ഈ പദ്ധതിയും ഈ തരത്തിലേക്കൊക്കെ ഒരു പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. നമ്മൾക്കറിയാം, BJP-യുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന സിൽവർ ലൈന് എതിരായ മഞ്ഞക്കുറ്റിയിട്ടതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും, അതിനെതിരെ സർക്കാർ സീറ്റും ഇടതുമുന്നണിയും സ്വീകരിച്ച നിലപാടുമൊക്കെ ആ നിലപാടിനെ അടക്കം വിമർശനമാണോ എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ആ വിമർശനം ഉള്ളത്. ഏത് പദ്ധതിയായാലും പദ്ധതിക്ക് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യാൻ തുടങ്ങുകയും അവസാനം പദ്ധതി തന്നെ ഇല്ലാതായി പോവുകയും ഒക്കെ ചെയ്യുന്ന അനിശ്ചിതമായി നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു വിമർശനം കൂടി മന്ത്രിസഭാംഗം കൂടിയാണ് പരസ്യമായി ഉന്നയിക്കുന്നത് എന്നതുകൂടി ഇതിൽ കാണും. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.